സുപ്രീം കോടതി രാഷ്ട്രപതിയോട് ഉത്തരവിടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആർട്ടിക്കിൾ 142 ആണവ മിസൈൽ. സുപ്രീം കോടതിയുടെ അതിരുകടന്ന അമിതാധികാര പ്രയോഗത്തിനെതിരെ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖർ നടത്തിയ പരാമർശങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഉപരാഷ്ട്രപതിയുടെ പദവിയിലിരിക്കുന്ന ഒരു ഉന്നത സ്ഥാനീയൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ചില വിമർശനങ്ങളാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് ഉപരാഷ്ട്രപതി സുപ്രീം കോടതിയെ അത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയായത്? ശരിയാണ്, രാഷ്ട്രപതി പ്രധാനമന്ത്രിയെയൊന്നും അങ്ങനെ നിർദ്ദേശിക്കാൻ പാടില്ല എന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ ശരിയാണ്. ഒരു വിധിന്യായത്തിൽ കൂടി സുപ്രീം കോടതി രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകൾ വെച്ച് പാർപ്പിക്കുന്ന നടപടിയെ അതിനെ ഒരു നിർദ്ദേശം നൽകി എന്ന് ഞാൻ പറയുന്നില്ല. ഭരണഘടനയിലെ ഒരു വകുപ്പിൻ്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനവുമല്ല, ഒരർത്ഥം, അത് ഭാഷാപരമായ ഒരർത്ഥമാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. അല്ലാതെ അതൊരു നിർദ്ദേശം നൽകിയതായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ രാഷ്ട്രപതിയും ഗവർണർമാരും ചില നിയമസഭകൾ പിരിച്ചുവിട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണർമാരുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി നിരവധി നിയമസഭകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആ നടപടിയെ സുപ്രീം കോടതി അസാധുവാക്കിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെ നടപടിയെ സുപ്രീം കോടതി അസാധുവാക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സുപ്രീം കോടതി എന്താണ് ചെയ്തത്? ആർട്ടിക്കിൾ 111 111 വകുപ്പിലെ ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പദം, അതിന് ഒരു അർത്ഥം നൽകുക. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി നൽകിയ അർത്ഥവ്യാഖ്യാനങ്ങൾ പോലും കുറഞ്ഞുപോയി എന്നുള്ളതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് 3 മാസമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു ബില്ല് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അനുമതി കേൾക്കുന്നു. രാഷ്ട്രപതി ആ ബില്ലിൽ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞ് വീണ്ടും പാർലമെന്റിനെ കേൾക്കുന്നു. നമ്മൾ ഊഹിക്കുകയാണ്, പാർലമെന്റ് അത് അതേമാതിരി പാസ്സാക്കി വീണ്ടും രാഷ്ട്രപതി കേൾക്കുന്നു. ഭരണഘടനയിലെ 111 ഉപവകുപ്പ് പറയുന്നത് എന്താണ്? ദ പ്രസിഡന്റ് ഷാൾ നോട്ട് വിത്ത്ഹോൾഡ് എന്നാണ്. പ്രസിഡന്റ് ഷാൾ നോട്ട് വിത്ത്ഹോൾഡ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ രാഷ്ട്രപതി ആ സെൻസിൽ അത് എടുക്കുന്നില്ല എന്ന് പറയുകയും ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റും ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭയും പാസാക്കിയ ബില്ലുകൾ നമ്മൾ പരിശോധിക്കൂ. തമിഴ്നാട്ടിലെ 11 ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ചത്. തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ച 2 ബില്ലുകൾ 4 കൊല്ലവും 2 മാസവും വെച്ച് പാർപ്പിക്കുകയാണ്. ഭരണഘടനയിൽ പറയുന്നു ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയുന്നതും വേഗത്തിൽ. നമ്മൾ പല ഡിക്ഷണറികളും നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 3 മാസവുമല്ല, കഴിയുന്നതും വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച കൊണ്ട് അല്ലെ 3 ദിവസം കൊണ്ട് ഒപ്പിട്ട് കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞതിനെ അത്ര ശക്തമായ ഭാഷയിൽ ഉപരാഷ്ട്രപതി വിമർശിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തിൽ കൂടി മാറ്റിമറിച്ചു. നമ്മളെല്ലാം ഇന്നത് പിന്തുടരുന്നു. ഏതാണെന്നറിയോ? അത് നമ്മളെ ഭരണഘടനയിൽ എഴുതിയതല്ല നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ പിന്തുടരുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കൂടി സുപ്രസിദ്ധമായ AK ഗോപാലന്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമത്തിൽ കൂടി മാത്രമേ നിഷേധിക്കാൻ പാടുള്ളൂ. അന്ന് ബാരിസ്റ്റർ എം കെ നമ്പ്യാർ സുപ്രീം കോടതിയുടെ മുമ്പിൽ വാദിച്ചു.
പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല, നിയമവഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമമല്ല ശരിക്കും പാലിക്കേണ്ടത്. അമേരിക്കൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമാനുസൃതമായ നടപടിക്രമമാണ്. അന്ന് 2 ജഡ്ജിമാർ MK നമ്പ്യാരുടെ വാദത്തെ ശരിവെച്ചു. പക്ഷേ ഭൂരിപക്ഷ ജഡ്ജിമാർ ആ വാദത്തെ ശരിവെച്ചില്ല. അവരെന്ന് പറഞ്ഞത്, നമ്മുടെ ഭരണഘടന നിർമ്മാണ സമയത്ത് ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി ചെയർമാൻ BN റാവു അമേരിക്കയിൽ പര്യടനം നടത്തിയിരുന്നു. BN റാവു അമേരിക്കയിലെ സെനറ്റ് മെമ്പർമാരോടും സുപ്രീം കോടതി ജഡ്ജിമാരോടുമായി കൺസൾട്ടേഷൻ നടത്തി. അവർ പറഞ്ഞു, നിങ്ങൾ ഏതാണ് നമ്മളെ ഭരണഘടനയ്ക്ക് സ്വീകാര്യം? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണോ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണോ? നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നു, നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ്, ലിബർട്ടി ഓർ പ്രോപ്പർട്ടി എക്സെപ്റ്റ് ദി ഡ്യൂ പ്രോസസ് ഓഫ് ലോ. നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി മാത്രമേ മനുഷ്യ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും വസ്തുവും ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് AK ഗോപാലന്റെ കേസ് തള്ളിയത് ആ ഒറ്റ കാരണത്താലാണ്. പക്ഷേ 28 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ മനേകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല, നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി, അതായത് അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കുന്ന ഒരു നിയമവ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ജീവനോ മനുഷ്യജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലായ്മ ചെയ്യാൻ പാടുള്ളൂ. അത് അസംബ്ലി പാസ്സാക്കിയാൽ അങ്ങനെ നിഷേധിക്കാൻ പാടില്ല. മനേകാ ഗാന്ധി കേസിൽ പറഞ്ഞു, അങ്ങനെയല്ല, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ശരിയല്ല, അത് നിയമാനുസൃതമായ നടപടിക്രമമാണ്. നമ്മൾ ഇന്നും പിന്തുടരുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. നമുക്ക് പറയാൻ പറ്റുമോ, സുപ്രീം കോടതി ഭരണഘടനയുടെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയല്ല, നമ്മൾ സുപ്രീം കോടതിയുടെ മനേകാ ഗാന്ധിക്ക് ശേഷം ഇന്നും നമ്മൾ പിന്തുടരുന്നത് എന്താണ്? അന്ന് പൽക്കിവാല ഇതേമാതിരി ചോദ്യം കേശവാനന്ദ ഭാരതി കേസിൽ ചോദിച്ചു. ഒരു ഭരണകക്ഷിക്ക് വമ്പിച്ച ഭൂരിപക്ഷമുണ്ട്, ആ അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കിയ നിയമം വഴി ഒരു വ്യക്തിയുടെയോ വ്യക്തി സ്വാതന്ത്ര്യമോ മനുഷ്യജീവനോ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷങ്ങളിലെല്ലാം ഒരു 10 കൊല്ലം ജയിലിൽ പാർപ്പിക്കണമെന്ന് പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ? സ്വാഭാവികമായി അതല്ലേ ശരി? അപ്പോ ഒരു ദ്വിവേദി എന്ന് പറഞ്ഞൊരു ജഡ്ജി ചോദിച്ചു, ഡു യു തിങ്ക് മിസ്റ്റർ പൽക്കിവാലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഇൻസൈൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർലമെന്റ് മെമ്പർമാരെല്ലാം മാനസിക വിഭ്രാന്തിയുള്ള ഭ്രാന്തന്മാരാണെന്ന്? പൽക്കിവാല അന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, സുപ്രസിദ്ധമായ മറുപടി, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രസക്തമാണത്. പൽക്കിവാല പറഞ്ഞു, ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഈസ് നോട്ട് വാട്ട് എ സെയിൻ പാർലമെന്റ് മേ പ്രോബബ്ലി ഡു, ബട്ട് എ ഇൻസെയിൻ പാർലമെന്റ് ക്യാൻ പോസിബിളി ഡു. ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറഞ്ഞാൽ അവിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്, അല്ലാതെ വിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ സാധ്യതയുള്ളതല്ല. മനേകാ ഗാന്ധി കേസ് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പാർലമെന്റിന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ പാർലമെന്റിന്റെ സുപ്രീമസിയെ ബാധിക്കുന്ന പരമപ്രധാനമായ ഒരു വിധിന്യായം ഇന്ത്യയുടെ സുപ്രീം കോടതി പാസ്സാക്കിയത് ഭരണഘടനയുടെ സ്വഭാവത്തെ തന്നെ മാറ്റി. എന്തേ ഉപരാഷ്ട്രപതി ആ വിധിന്യായത്തെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച റീഓപ്പൺ ചെയ്യാത്തത്? സുപ്രീം കോടതിയുടെ പരമാധികാരം പറഞ്ഞല്ലേ 142 കംപ്ലീറ്റ് പരിപൂർണമായ നീതി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്കുള്ള വിവേചനാധികാരമാണ് 142. ഈ 142 ഉപയോഗിച്ചിട്ടാണ് മനേകാ ഗാന്ധി കേസിൽ വിധി പറയുന്നത്. എന്തേ നമ്മുടെ ഉപരാഷ്ട്രപതി പറയാത്തത്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്, ആ ഭരണഘടനയുടെ ക്യാരക്ടർ മാറ്റിയത് സുപ്രീം കോടതി. അമേരിക്കൻ ഭരണഘടനയുടെ സ്വഭാവമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇതിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളുടെയും പരമാധികാരങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ, അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ പറയൂ, അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 39ാം ഭരണഘടനാ ഭേദഗതി അന്നത്തെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും പറയും അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര ഗവൺമെന്റിനെ സുപ്രീം കോടതി ഭയന്നു.
സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ മുട്ടുകുത്തി എന്നൊക്കെ പറയും. പക്ഷേ അന്നാണ് സുപ്രീം കോടതി, അത് ഇന്ദിരാഗാന്ധി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അപ്പീലിലാണ് 39ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 39ാം ഭരണഘടനാ ഭേദഗതി? പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു. സുപ്രീം കോടതി അങ്ങനെ ഭയന്നുകൊണ്ട് വിധി പറയുന്നവരാണെങ്കിൽ സ്വാഭാവികമായി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തെ ഭയപ്പെടുന്നവരാണ് സുപ്രീം കോടതി എങ്കിൽ 39ാം ഭരണഘടനാ ഭേദഗതി അസാധുവാക്കാൻ പാടുണ്ടോ? ഞാൻ എന്തിനാണ് അധികം പറയുന്നു? 99ാം ഭരണഘടനാ ഭേദഗതി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, അത് പാസ്സാക്കിയത് എങ്ങനെയാണ്? ഭരണകക്ഷി കോൺഗ്രസ്, BJP, ഇടതുപക്ഷം, ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇന്ത്യയിലെ പകുതി നിയമസഭകൾ അതിനനുകൂലിച്ച് വോട്ട് ചെയ്ത് അത് ശരിവെച്ചാൽ മതി ഭരണഘടന പ്രകാരം. പക്ഷെ ഇന്ത്യയിലെ 20 നിയമസഭകൾ അത് ശരിവെച്ചു. സുപ്രീം കോടതി ആ 99ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചല്ലോ. എന്തേ നമ്മുടെ ഉപരാഷ്ട്രപതി അന്ന് പറയാതിരുന്നത്? ഈ സുപ്രീം കോടതിയുടെ 142 ഒരു സൂപ്പർ പാർലമെന്റ് ആണ്.